ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മരണത്തെ തോൽപ്പിക്കാൻ എന്റെ കയ്യിലൊരു മന്ത്രം ഉണ്ടായിരുന്നു. എന്ത് മന്ത്രം? വിഷ്ണു എന്ന മന്ത്രം. അബോധ മനസ്സിലും ഞാനത് ഉരുവിട്ടുകൊണ്ടായിരിക്കും ഇവിടെ കിടന്നിട്ടുണ്ടാവുക. പിന്നെങ്ങനെയാ എന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുക? അച്ഛനെയും അമ്മയും കൂട്ടി ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്കോ വല്ല അനാഥാലയത്തിലേക്കോ മറ്റോ പോകാനുള്ള പദ്ധതി ഉണ്ടോന്നും കൂടി ചോദിക്കും. ജനിച്ച് ജീവിച്ചു പോയില്ലേ, തല ചായ്ച്ചുറങ്ങാൻ ഒരു സ്ഥലം വേണമല്ലോ മനുഷ്യന്. അതിനുള്ള സ്ഥലം വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേ മോനോട്. ഭാമേ, നീ എന്താ ഇങ്ങനെ ഈ സാഹചര്യം നോക്കാൻ സംസാരിക്കുന്നേ? ഇപ്പോഴത്തെ അവസ്ഥയിലും അവരിതൊക്കെ നോക്കാൻ സമയം? അവന്റെ ഭാര്യ അവിടെ കുത്തുകൊണ്ട് കിടക്കുന്നേ. ഭാര്യയായാലും ഭർത്താവായാലും വന്നു കിടക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. അതൊന്നും പറഞ്ഞറിയിക്കാനേ ഞാനും പറഞ്ഞോളൂ. ഭാമേ, നമുക്കവിടെ വരുന്ന് പോണ്ടേ? അല്ല, വിവരോധി സ്ഥിതിക്ക് പോകാതിരിക്കുന്ന മോശമല്ലേ? അവള് ചത്തിട്ടൊന്നുമില്ലല്ലോ, കുത്തുകെട്ടി കിടക്കുന്നല്ലേ ഉള്ളൂ. ചാകുമെന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ അവിടെ വിഷ്ണു ഉണ്ടല്ലോ, അവൻ നോക്കിക്കോളും കാര്യങ്ങളെല്ലാം. ഭാമേ, എന്നാ പിന്നെ ഞാൻ പിള്ളേം കൂട്ടിന്ന് പോയാലോ? അല്ല, കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം, ചെന്ന് തിരക്കില്ല എന്നുള്ള പരിഭവം ഇല്ലാതാവുമല്ലോ. ദേ, ആ വഴി എങ്ങോട്ടെങ്കിലും പോയിക്കോണം, പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇവിടെ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും കളക്ടർ എന്ന നിലയ്ക്ക് ഒരു സഹായം ചെയ്യാത്ത അവളെ ഈ വീട്ടിൽ നിന്ന് പോയി കാണാനോ? ഞാനും പോകുന്നില്ല, നിങ്ങളും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ കളക്ടർക്ക് എന്തിനാ നമ്മുടെ സഹായം? അതിന്റെ ആവശ്യമൊന്നുമില്ല രാഘവേട്ട. രാഘവേട്ട, എനിക്ക് അകത്ത് കുറച്ചധികം പണിയുണ്ട്. ഇതും പറഞ്ഞ് ഇവിടെ നിന്നാലേ എന്റെ കാര്യങ്ങൾ നടക്കില്ല. പിടിക്കണ്ട, വീട് ചാവുന്ന ഞാൻ ചാവട്ട്. കലികാലം അല്ല, എന്തോ പറയുന്നേ? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന് അവക്ക് ആപത്തൊന്നും വരത്തില്ല എന്റെ ഭഗവാനെ. വിഷ്ണുട്ടാ, ഒരുപാട് നേരമായോ വന്നിട്ട്? നല്ല ഉറക്കായിരുന്നോ? മരുന്നിന്റെ ക്ഷീണമെന്നാ പറഞ്ഞേ. അപ്പോ ഞാനിവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. എന്നെ വിളിക്കായിരുന്നില്ലേ? എനിക്ക് തന്നെ ഒന്ന് കണ്ടാ മതി, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് ഓർമ്മ തന്നെ നോക്കിയെങ്കിലും ഇരുന്നു. വിഷ്ണുട്ടാ, നല്ല രീതിയിൽ പേടിച്ചോ? ആ പേടി അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഡോക്ടർ തനിക്ക് ബോധം വന്നു എന്ന് പറയുന്നവരെ. പക്ഷേ എനിക്ക് ആ പേടിയില്ലായിരുന്നു. അതെന്താ?
മരണത്തെ തോൽപ്പിക്കാൻ എന്റെ കയ്യിലൊരു മന്ത്രം ഉണ്ടായിരുന്നു. എന്ത് മന്ത്രം? വിഷ്ണു എന്ന മന്ത്രം. അബോധ മനസ്സിലും ഞാനത് ഉരുവിട്ടുകൊണ്ടായിരിക്കും ഇവിടെ കിടന്നിട്ടുണ്ടാവുക. പിന്നെ എങ്ങനെയാ എന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുക? അതേ സംസാരിപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞേ. വിഷ്ണുവേട്ടനെ സംസാരിക്കാലോ, ഞാൻ കേട്ടിരിക്കാം. വേദനയുണ്ടോ? ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ അതൊന്നും അറിയുന്നേ ഇല്ല. അല്ല വിഷ്ണുവേട്ടാ, മക്കള് പുറത്തുണ്ട്. സത്യയും പപ്പയും ശാരദാമ്മയും ശ്യാമയും എല്ലാരും തന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാം. എല്ലാരും നന്നായി പേടിച്ചു. ഇവിടെ എല്ലാവരും കൂടി നിൽക്കണ്ടെന്ന് പറ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ മോളെ ഇവിടെ നിർത്തണ്ട, വീട്ടിൽ കൊണ്ടുപോകണം. ശാരദാമ്മ പോകുമ്പോൾ അവർ രണ്ടുപേരും കൂടെ വിടാം. തൽക്കാലം ഞാനിവിടെ നിന്നാ മതിയല്ലോ. വിഷ്ണുവേട്ടൻ ഇവിടെ നിന്നാ അവിടെ സത്യാമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ആളുണ്ടാവില്ലല്ലോ. ഈ സമയം വിഷ്ണുവേട്ടൻ അവിടെ ഉണ്ടാവണ്ടേ? അതൊക്കെ അവർ നോക്കിക്കോളും. താനിപ്പോ അതൊന്നും ആലോചിക്കണ്ട. പിന്നെ അധികം സംസാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. വിഷ്ണുവേട്ടൻ ഇവിടെ ഇരുന്ന ഞാൻ എന്തെങ്കിലും സംസാരിച്ചു പോവും. താനിങ്ങനെ കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാണോ മാറിയിക്കാൻ കഴിയാം. അതും ശരിയാ. വിഷ്ണുട്ടാ, സത്യയും പപ്പയും രണ്ടുപേരും പുറത്തുണ്ട്. അതിലൊരാൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. സത്യമായിരിക്കും. അവൾക്ക് ഞാൻ വേണം. അപ്പൊ എനിക്ക് തന്നെ വേണ്ടേ? എനിക്കും വേണം തന്നെ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.